എപ്പോഴാണ് നമ്മൾ എയർ ഇന്ത്യയും ടാറ്റയും പിന്തുണയ്ക്കേണ്ടത്? ഒരു മുസ്ലിം യുവജന സംഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന സ്റ്റുഡിയോ ബഹിഷ്കരിക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റയോട് സ്നേഹം കാണിക്കുന്നത് ടാറ്റയോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പലപ്പോഴും മുസ്ലിം വിരോധം ഉള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് എയർ ഇന്ത്യ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വിഷമകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുക. ഏകദേശം 300ഓളം പേർ മരിച്ച എയർ ഇന്ത്യയുടെ ട്രാജഡി ഉണ്ടായി. അതിനുശേഷം 6 വിമാനങ്ങളോളം എയർ ഇന്ത്യ 2 ദിവസം മുമ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, നിലത്തിറക്കേണ്ടി വന്നു. ചില ടെക്നിക്കൽ സ്നാഗുകളുണ്ടെന്ന് പറയപ്പെടും. അന്ന് അർണബ് ഗോസ്വാമിയോട് ഒന്നിച്ച് റിപ്പബ്ലിക്കിലിരുന്ന് എയർ ഇന്ത്യയുടെ ലീഡർഷിപ്പ് കുറേ കൂടെ പ്രൊആക്റ്റീവായി പ്രവർത്തിക്കണം, അവരുടെ സിഇഒയുടെ പ്രസംഗമൊക്കെ ഒരു ടെംപ്ലേറ്റഡ് ആയിപ്പോയി, അല്ലെങ്കിൽ വളരെ ക്ലീഷേഡ് ആയിപ്പോയി തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. എന്നാൽ ഇന്ന് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അതായിരുന്നു കുറച്ചുകൂടെ എൻ്റെ പോകാനുള്ള സമയത്തുണ്ടായിരുന്നത്. പക്ഷേ അത് വേണ്ട, എയർ ഇന്ത്യയിൽ തന്നെ വരാം എന്ന് തീരുമാനിക്കുന്നത് ടാറ്റയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, എയർ ഇന്ത്യയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് നമ്മൾ ടാറ്റയോട് സ്നേഹം കാണിക്കേണ്ടത്. ആര് വഴിയിൽ വീണുപോയാലും, അല്ലെങ്കിൽ തകർന്നു കിടക്കുമ്പോഴോ തളർന്നു കിടക്കുമ്പോഴോ അവരെ സപ്പോർട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും ഒരു മനസ്സുണ്ടാകണം. ആ മനസ്സാണ് യഥാർത്ഥത്തിൽ നന്മ. ഇന്ന് എയർ ഇന്ത്യ 2655 മുംബൈ ട്രിവാൻഡ്രം ഫ്ലൈറ്റ്, എത്ര മണിക്കത്തെ ഫ്ലൈറ്റാണ്? 4:40 ബോർഡിംഗ് ടൈം, ക്ഷമിക്കണം, 5:40 5:40 ഫ്ലൈറ്റിൽ ഞാൻ കയറുകയാണ്. അത് കയറുന്നത് യഥാർത്ഥത്തിൽ ടാറ്റയും എയർ ഇന്ത്യയും, പ്രത്യേകിച്ച് എയർ ഇന്ത്യയാണ് ആദ്യം ടാറ്റ തുടങ്ങുന്നത്, പിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ടാറ്റ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒന്നാണ്. JRD ടാറ്റ ഒരു വലിയ ഫിലാന്ത്രോപ്പിസ്റ്റും നമ്മുടെ നാടിന് ഒരുപാട് നന്മകളും മറ്റും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ ഒരുപാട് പേരുടെ റോൾ മോഡലാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നാണ് ടാറ്റ എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാതന്ത്ര്യ സമര കാലത്തും അതിനുശേഷവും ഒക്കെ എന്നും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന ഇന്ത്യയുടെ ഒരു ഐക്കോണിക് ആസ്പെക്റ്റാണ് ടാറ്റ എന്നുള്ളത്. ആ ടാറ്റ, എയർ ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ക്രിയാത്മകമായി പോസിറ്റീവായി അവരെ വിമർശിക്കുമ്പോഴും അവരോടൊപ്പം നിൽക്കേണ്ടത് ഇവിടെയാണ്. അങ്ങനെ എയർ ഇന്ത്യ, അത് ദൗർഭാഗ്യവശാൽ ഒരു ഫ്ലൈറ്റിന് അങ്ങനെ സംഭവിച്ചു. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാതെ പാകിസ്ഥാനും ഖാലിസ്ഥാനി തീവ്രവാദികളും ടർക്കിയുമാണെന്നൊക്കെ ഗൂഢാലോചനാ സിദ്ധാന്തം പറയാതെ ടാറ്റയോടും എയർ ഇന്ത്യയോടും ചേർന്ന് നിൽക്കേണ്ട അവസരമാണ്. എയർ ഇന്ത്യയെ പൂർണ്ണമായും പിന്തുണയ്ക്കണം. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ അടക്കം ദൗർഭാഗ്യവശാൽ സംഭവിക്കേണ്ടത് സംഭവിച്ചു. അതൊരു ആക്സിഡൻ്റാണ്. ഏതൊരു ട്രെയിനിനും കാറിനും ഒക്കെ സംഭവിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഏവിയേഷൻ രംഗത്തെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി അത് മാറുകയും ചെയ്തു. അപ്പോൾ ഫ്ലൈറ്റിൽ കൂടുതലും എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ. അതിൽ ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയ ഫ്ലൈറ്റ് നമ്പർ 11C ആണ്. കൗതുകമായിരിക്കാം, 11 സീറ്റ് ഭാഗ്യമുള്ള സീറ്റാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിലൊരുപാട് പശ്ചാത്തലമുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് വരിക ഞങ്ങളുടെ ആണോ എന്ന് എനിക്കറിയില്ല, നോക്കണം. അപ്പോൾ എന്തായാലും എയർ ഇന്ത്യ ഇപ്പോഴാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ടാറ്റയെ ഇപ്പോഴാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ആരോടെങ്കിലുമുള്ള ദേഷ്യമോ വിരോധമോ കൊണ്ടല്ല ടാറ്റയും എയർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ എയർ ഇന്ത്യയും ടാറ്റയും നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ബോധപൂർവം ഈ എയർ ഇന്ത്യ ടിക്കറ്റ് എടുത്തത്. ടാറ്റ ശക്തമായി ഈ പ്രതിസന്ധി മറികടക്കട്ടെ. എയർ ഇന്ത്യ അതിശക്തമായി തിരിച്ചു വരട്ടെ. ജയ് ഹിന്ദ്.